സോളിഡിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ലാറ്ററൽ ഫേസ് എന്താണെന്നാ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നാ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ മുകളിലത്തെ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ, 4 ട്രയാങ്കിൾ അല്ലേ? ഈ 4 ട്രയാങ്കിൾ എന്താണെന്ന്? ഈക്വൽ ആണ്. ഐസോസിലസ് ആണോ? അല്ല, പിന്നെന്താ? ഈക്വൽ എന്ന് പറഞ്ഞാൽ 3 സൈഡും എന്താണെന്ന്? ഈക്വൽ ആണ്. എന്നിട്ട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം, ആദ്യം ഒരു ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? എ. ബേസ് എഡ്ജ് ഇതല്ലേ? എത്ര തന്നിരിക്കുന്നത്? 30 അല്ലേ? എത്ര തന്നിരിക്കുന്നത്? അപ്പൊ ബേസ് എഡ്ജ് എ ആണ്. എ എന്ന് പറഞ്ഞിരിക്കുന്നത് 30 സെന്റിമീറ്റർ. ഇതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് ഇക്വേഷൻ ഉണ്ട്. എന്തോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഇക്വേഷൻ? ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്തോ ഇക്വേഷൻ? ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്തോ ഇക്വേഷൻ? √3a²/4. ഇത് കണ്ടുപിടിക്കാം. √3a². എ എന്ന് പറഞ്ഞാൽ എത്രയാ? 30a²/4 കേട്ടാ. അപ്പൊ √3 ഇൻറ്റു 30ന്റെ സ്ക്വയർ എത്ര? 3ന്റെ സ്ക്വയർ എത്ര? 9. 0ന്റെ സ്ക്വയർ എത്ര? 20/4 ആണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ. ഒരെണ്ണത്തിന് നമുക്ക് മൊത്തം എത്ര ട്രയാങ്കിൾ ഉണ്ട്? 4 എണ്ണം. അപ്പൊ 4 എണ്ണത്തിന്റെ കാണണമെങ്കിലോ ഏരിയ ഓഫ് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാ കാണുന്നേ? 4 ഇൻറ്റു 900 √3 ഇങ്ങനെ എഴുതിക്കൂടെ? /4. ഇതും കട്ട് ചെയ്തുകൂടെ? കട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും നമുക്ക്? 900 √3 എന്ന്. അപ്പൊ ഏരിയ ഓഫ് 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എത്ര കിട്ടി? 900 √3. ഒന്നുമില്ല, ചുമ്മാ ചെയ്തങ്ങ് പോയാൽ മാത്രം മതി. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരെണ്ണത്തിന്റെ കണ്ടുപിടിക്കുമ്പോൾ എത്ര കിട്ടി നമുക്ക്? 900 √3/4 എന്ന് കിട്ടി. അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? 4 എണ്ണമാണ് നമുക്കുള്ളത്. 4 എണ്ണത്തിന്റെ കാണാൻ ആ കിട്ടിയതിന് ഇൻറ്റു 4 കൊടുക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നേ? 4ഉം 4ഉം വെട്ടിപ്പോകുമ്പോൾ ബാക്കി എന്താ കിട്ടും? 900 √3. ഇനി നമുക്ക് എന്താ കാണണം? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താ? പറ. a² + 2a. a എത്രയാ? 30. അപ്പൊ 30² + √3 എന്ന് കൊടുത്താൽ മതി. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഈ 2a ലാണ് 900 √3. ക്ലിയർ ആയോ? അപ്പൊ അത് പിന്നെ വീണ്ടും എഴുതി വെക്കണോ? വേണ്ട. അപ്പൊ എന്താ എഴുതി വെക്കുക? 900 √3. ഇനി എങ്ങനെ ചെയ്യാം? 30ന്റെ സ്ക്വയർ എന്താ? 900 + 900 ഇൻറ്റു √3യുടെ വാല്യൂ അറിയാലോ. എന്താ വാല്യൂ? 1.732 അല്ലേ? നമ്മൾ 1.73 എടുക്കുന്നു. ആദ്യം എന്താ ചെയ്യണം? ആദ്യം എന്താ ചെയ്യണം? കൂട്ടണം, എന്നിട്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പൊട്ടത്തെറ്റ് ആൻസർ കിട്ടും. എന്താ ചെയ്യണം? ആദ്യം ഇൻറ്റു ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ബോർഡ് മാസിന്റെ ഷോർട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ്? 1.73 ഇൻറ്റു 900. 900ഉം 173 പോയിന്റ് അവിടെ കിടക്കട്ടെ. അത് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്തിട്ട് 900 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ചെയ്യാമല്ലോ. 900 ഇൻറ്റു 1.73 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 900 173 നമുക്ക് എന്ത് കിട്ടും? 1557. 2 ഡെസിമൽ ഉണ്ട്. 2 ഡെസിമൽ സ്ഥാനം ആൻസറിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 1557. 900 അതേപോലെ കൊടുക്കുന്നു. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തത് 1557. ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. 1557ഉം 900 അല്ലേ? ഇനി ഇവിടെ സ്ഥാനത്ത് 900ന് വരെ 1000 വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു ആൻസർ? 1557 + 1000 എത്ര വരും? 2500. അതിൽ നിന്നൊരു 100 കുറ 2457 അല്ലേ? ആൻസർ ആയില്ലേ? 1557നെ 900 കൊണ്ട് ആഡ് ചെയ്യാൻ സമയം കളയുന്നതിന് പകരം ഒന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചേ. 1557 + 1000 വന്ന ഒരു 100 കൂട്ടിയാൽ പോരെ? ഇവിടെ 100 കൂട്ടുമ്പോൾ എത്ര കിട്ടും?
2557. നമുക്കിനി 100 കൂട്ടി ആൻസർ വേണോ? വേണ്ട. ഒരു 100 കുറച്ചപ്പോ എത്ര കിട്ടും? 450. അതാണ് ആൻസർ. 2457 സെന്റിമീറ്റർ സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ 2457 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ആൻസർ. ഇതിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 40 സെന്റിമീറ്റർ. പെരിമീറ്റർ തന്നിരിക്കുന്നത്. ഈ സ്ക്വയറിന്റെ എന്താ തന്നിരിക്കുന്നത്? പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ചുറ്റളവ് തന്നിരിക്കുന്നത്. ബേസ് എഡ്ജ് ആണോ? ബേസ് എഡ്ജ് എന്ന് തന്നാൽ മാത്രമേ നമ്മൾ എന്തെടുക്കാവൂ? എ എന്ന് എടുക്കാവൂ. മനസ്സിലായ? ബേസ് പെരിമീറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ പെരിമീറ്റർ എത്രയാണ്? എത്ര തന്നിരിക്കുന്നത്? 40 അല്ലേ? അപ്പോ ബേസ് എഡ്ജ് എടുക്കണമെങ്കിൽ എന്താ ചെയ്യണം? ഒരു സൈഡ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ക്വയറിന്റെ മൊത്തം ചുറ്റളവാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 ആണെങ്കിൽ അതിനകത്തുള്ള എ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? 40/4. അപ്പൊ എത്ര കിട്ടി? 10. എത്ര കിട്ടി? മനസ്സിലായോ? ഒരു സ്ക്വയറിന്റെ മൊത്തം ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 40. അപ്പൊ ഒരളവെന്ന് പറഞ്ഞാൽ എത്രയാ? 40/4. മനസ്സിലായോ? 40/4 എത്ര കിട്ടി? 10. അപ്പൊ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40/4 = 10 സെന്റിമീറ്റർ. അപ്പൊ ബേസ് എഡ്ജ് കിട്ടി. ഇനി എന്താ തന്നിട്ടുണ്ട് അവര്? ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വായിച്ചേ? ആൻഡ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജ് ഈസ് 92 സെന്റിമീറ്റർ. ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ ഇറ്റ്സ് എഡ്ജ്, എല്ലാ എഡ്ജും കൂടി എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 92. 92. അപ്പൊ അതിനകത്ത് എല്ലാ എഡ്ജും കൂടി വന്നാൽ ആരുടെയൊക്കെ എഡ്ജ് ഉണ്ട്? ബേസ് എഡ്ജും ഉണ്ട്, ലാറ്ററൽ എഡ്ജും ഉണ്ടല്ലോ അല്ലേ? 4 ട്രയാങ്കിളുകളുടെ എഡ്ജുകളും ഉണ്ട്, സ്ക്വയറിന്റെ എഡ്ജും ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അതിനകത്ത് സ്ക്വയറിന്റെ എഡ്ജ് മൊത്തത്തിൽ അറിയാം നമുക്ക് എത്രയാ? 40. അത് ഉൾപ്പെടെയാണ് എത്ര തന്നിരിക്കുന്നത്? 92. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലാറ്ററൽ എഡ്ജിന്റെ കണ്ടുപിടിക്കണം. ഐഡിയ മനസ്സിലായ? ഈ സ്ക്വയറിന്റെ മൊത്തം എഡ്ജാ ഈ സ്ക്വയർ പിരമിഡിന്റെ മൊത്തം എഡ്ജാ തന്നിരിക്കുന്നത്. മൊത്തം എഡ്ജ് എത്രയാ? 92. 92 അല്ലേ? മൊത്തം എഡ്ജ് ഇതെല്ലാം സ്ക്വയർ ഉൾപ്പെടെ എല്ലാം 92. അപ്പൊ ഈ സ്ക്വയറിന്റെ മാത്രം നമുക്കറിയാം എത്രയാ? 40. അപ്പൊ ആ 92-ന് 40 കുറച്ചാൽ ആരുടേത് കിട്ടും? ട്രയാങ്കിളിന്റെ മൊത്തം എഡ്ജ് കിട്ടത്തില്ലേ? ലെങ്ത് ഓഫ് എന്തോ തന്നിരിക്കുക? ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ് എത്രയാ? 92. അതില് പെരിമീറ്ററിന് നമ്മൾക്ക് ഉണ്ട്. പെരിമീറ്ററിന്റെ എഡ്ജ് അല്ല, സ്ക്വയറിന്റെ എഡ്ജ് ഓഫ് സ്ക്വയർ എത്രയാ? 40. അങ്ങനെയാണെങ്കിൽ ഇനി കണ്ടുപിടിക്കേണ്ട ആരാ? ടോട്ടലിനകത്ത് സ്ക്വയർ പോയ പിന്നെ ആരാ ഉള്ളേ? ലാറ്ററൽ, ട്രയാങ്കിൾ അല്ലേ? അപ്പൊ എങ്ങനെ എഴുതും? ലാറ്ററൽ എഡ്ജ് ഓഫ് ട്രയാങ്കിൾ. ടോട്ടലിനകത്ത് ആരൊക്കെ ചേരുന്നതാ? ടോട്ടല് സ്ക്വയറും ലാറ്ററൽ എഡ്ജും കൂടി ചേരുന്നല്ലേ? അതല്ലേ ടോട്ടൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ. ടോട്ടൽ എഡ്ജിനകത്ത് ആരൊക്കെയാ ചേരുന്നേ? ടോട്ടൽ എഡ്ജിനകത്ത് എഡ്ജ് ഓഫ് സ്ക്വയറും ഉണ്ട്, പ്ലസ് എഡ്ജ് ഓഫ് ട്രയാങ്കിളും ഉണ്ട് അല്ലേ? അതിൽ എഡ്ജ് ഓഫ് ടോട്ടൽ എത്രയാ? 92. എഡ്ജ് ഓഫ് സ്ക്വയർ എത്രയാ? 40. പ്ലസ് എഡ്ജ് ഓഫ് ട്രയാങ്കിൾ ഉണ്ടോ? ഇല്ല. അത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. എഡ്ജ് ഓഫ് ട്രയാങ്കിൾ ഇങ്ങനെ കൊടുക്കാം. ഈ ടീന്ന് കൊടുക്കാം. കിടക്കട്ടെ. അപ്പൊ ഈ 40 ഇങ്ങോട്ട് എടുക്കുമ്പോഴോ 92 മൈനസ് 40. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എഡ്ജ് ഓഫ് ട്രയാങ്കിൾ കിട്ടും. 92 40 കുറച്ച് എത്ര കിട്ടും? 52. അപ്പൊ എഡ്ജ് ഓഫ് ട്രയാങ്കിൾ എത്ര കിട്ടി നമുക്ക്? 52. മനസ്സിലായോ? എഡ്ജ് ഓഫ് ട്രയാങ്കിൾ എത്ര കിട്ടി? 52. 52ഉം സ്ക്വയറിന്റെ 40 കൂടി ചേർത്ത് മൊത്തം എത്ര എഡ്ജായി? 92. ക്ലിയർ ആയോ? ഇനി എന്ത് കണ്ടുപിടിക്കണം നമുക്ക്? ലാറ്ററൽ എഡ്ജായി മൊത്തം 52. അപ്പൊ ഒരു ലാറ്ററൽ എഡ്ജ് കണ്ടുപിടിക്കണ്ടേ?
ഇത് മൊത്തത്തിലുള്ള ലാറ്ററൽ എഡ്ജ് അല്ലേ? അപ്പൊ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 52-നെ എത്ര കൊണ്ട് ഡിവിഷൻ നടത്തണം? 4 കൊണ്ട് ഡിവിഷൻ നടത്തണം. നടത്തണ്ടേ? കിട്ടത്തില്ലേ? ആ ചെയ് എന്തോ 1 lateral edge. എന്തോ 1 lateral edge എത്ര കിട്ടി? 52/4. എത്ര കിട്ടി? 13 സെന്റിമീറ്റർ. അപ്പൊ ഒരു ലാറ്ററൽ എഡ്ജ് കിട്ടി നമുക്ക്. എത്ര കിട്ടി? 13. എഡ്ജ് ഓഫ് എ സ്ക്വയർ എത്ര കിട്ടി? 10 കിട്ടി. ക്ലിയർ അല്ലേ? എന്തൊക്കെയാ കിട്ടിയത്? ലാറ്ററൽ എഡ്ജ് കിട്ടി, ഇവിടുത്തെ എഡ്ജ് കിട്ടി, a/2 കിട്ടി. ഞാനൊന്ന് വരയ്ക്കട്ടെ. എന്തൊക്കെ കിട്ടി? ഇതെന്താ? എല്ല്. ഇതെന്താ? a/2. ഇതെന്താ? ഇ അല്ലേ? അതിനകത്ത് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? a/2 ഉണ്ട്, എഡ്ജും ഉണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ്. a/2 എത്രയാ? 10ന്റെ പകുതി. 10ന്റെ പകുതി എത്ര? 5 ഉണ്ട് അല്ലേ? എഡ്ജ് എത്രയാ? 13. ഇനി ആരാ കാണണ്ടേ? എല്ല് കാണണം. എല്ല് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞേ. L is equal to root e square minus a/2 the whole square is equal to root e എന്ന് പറഞ്ഞാൽ എത്ര? 13ന്റെ സ്ക്വയർ മൈനസ് a/2 എന്ന് പറഞ്ഞാലോ 5ന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ എത്ര കിട്ടി? 13ന്റെ സ്ക്വയർ എത്ര? 169 മൈനസ് 25. 169 25 കുറച്ച് എത്ര കിട്ടും? 4 അല്ലേ? റൂട്ട് 144. 144ന്റെ റൂട്ട് എത്ര? 12. 12. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12 സെന്റിമീറ്റർ സ്ലാൻഡ് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ. എന്ത് കാണണം? ടോട്ടൽ സർഫസ് ഏരിയ. മനസ്സിലായോ? ഇത് ഞാൻ വായിക്കാം. ഇക്വേഷൻ a സ്ക്വയർ പ്ലസ് 2al. a സ്ക്വയർ എത്ര? a എത്ര? 10 സ്ക്വയർ പ്ലസ് 2al. 2al എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു a എത്ര? 10 ഇൻറ്റു l എത്ര? 12. കണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിനും വാല്യൂ കൊടുത്ത് ചെയ്തു. നേരത്തെ പക്ഷെ അങ്ങനെ കൊടുത്തോ? ഇല്ല. നേരത്തെ എന്താ? 2al ആണ് നമ്മൾ എന്ത് ചെയ്തത്? കണ്ടുപിടിച്ചത്. 2al എന്ന് പറഞ്ഞാൽ എന്താണ്? 2al എന്ന് പറഞ്ഞാൽ ആരാ? ഇത്ര നേരം കൊണ്ട് പറയൂല്ലയോ? ആരാ? ലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ? അതാണ് ഇപ്പൊ ഓരോന്നും നമ്മൾ ഇട്ട് കൊടുത്തു. നേരത്തെ ഒരുമിച്ച് കണ്ടുപിടിച്ചു. വ്യത്യാസം മനസ്സിലായോ? ഇവിടെ എങ്ങനെയാ? 10ന്റെ സ്ക്വയർ എത്ര? 100. ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോ 12 ഇൻറ്റു 10 120. 120 ഇൻറ്റു 2 240 അല്ലേ? 240 100 340 സെന്റിമീറ്റർ സ്ക്വയർ. സിമ്പിളല്ലേ? മനസ്സിലായോ ഈ ക്വസ്റ്റ്യൻ? ക്ലിയർ ആയോ? ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊന്ന് കാണുമ്പോൾ ഒന്ന് പൗസ് ചെയ്തൊന്ന് കണ്ട് നോക്കിയാൽ മതി. മനസ്സിലാക്കി വേണം ചെയ്യാൻ. ലാറ്ററൽ സർഫസ് ഏരിയയും ബേസ് ഏരിയയും ഈക്വൽ ആയാൽ നമുക്കൊരു സ്ക്വയർ പിരമിഡ് വരയ്ക്കാനായിട്ട് പറ്റുമോ? അതായത് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതല്ലേ? 2al അല്ലയോ? അപ്പൊ നമ്മളിവിടെ എഴുതുക ബേസ് ഏരിയ. ബേസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? a സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? 2al. ഇതാണല്ലോ ഒരു സ്ക്വയർ പിരമിഡിന്റെ ടോട്ടൽ ഏരിയ അല്ലേ? ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4 ട്രയാങ്കിളിന്റെയും കൂടി ഏരിയ. ഇത് മസ്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കണം, എങ്കിലേ ഈ ഐഡിയ കത്തു കേട്ടോ. അപ്പോ 2al ഇത് രണ്ടും ഈക്വൽ ആയാൽ ഒരു സ്ക്വയർ പിരമിഡ് വരയ്ക്കാൻ പറ്റുമോ? എഴുതി നോക്കാം. രണ്ടിനും ഈക്വൽ. a സ്ക്വയർ ഇസ് ഈക്വൽ ടു 2al അല്ലേ? നമുക്ക് ഇങ്ങനെ എഴുതാം. 2 ഇൻറ്റു a ഇൻറ്റു l. ഈ a സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? a ഇൻറ്റു a എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എയും ഈ ഒരു ഒയും വെച്ച് പോത്തില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ a is equal to 2l എന്നാവത്തില്ലയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ l എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a/2 ഇപ്പുറത്തോട്ട് വരത്തില്ലയോ? അപ്പൊ l is equal to എന്ത് വരും? a/2 എന്ന് വരത്തില്ലയോ? ക്ലിയർ ആയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹൈറ്റിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞേ
ഹൈറ്റിന്റെ ഇക്വേഷൻ റൂട്ട് നോക്കി പറ ഹൈറ്റിന്റെ ഇക്വേഷൻ എൽ സ്ക്വയർ മൈനസ് a/2 the whole square. എൽ എത്ര കിട്ടിയത് a/2 the whole square എന്നല്ലേ കിട്ടിയത് അല്ലേ മൈനസ് ഇതിന്റെ ഇക്വേഷൻ എന്ത് തന്നെയാ a/2 the whole square. മാറ്റമില്ലല്ലോ. അപ്പൊ ആൻസർ എന്താ കിട്ടി 0 അല്ലേ കിട്ടിയ a² കൂടി കുറയുമ്പോ 0 അല്ലേ കിട്ടുന്നേ. ഒന്ന് കുറയുമ്പോ 0 അല്ലേ കിട്ടുന്നേ. അതേപോലെ ഇത് രണ്ടും കൂടി കുറച്ചപ്പോ എന്ത് കിട്ടി 0. ഹൈറ്റ് ഉണ്ടോ ഇല്ല. ഹൈറ്റ് ഇല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ പറ്റുമോ അപ്പം മേക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല. Here no such square pyramid are exist. ഇവിടെ ഒരു സ്ക്വയർ പിരമിഡും ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, മനസ്സിലാക്കുക, ചെയ്തു നോക്കുക. ഓക്കെ ബൈ.